നമ്മൾ വീട്ടിനകത്തിരുന്ന ഒരു സ്റ്റാർ ആണെന്ന് പറഞ്ഞിട്ട് താരമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നുകൊണ്ടിരുന്ന നമുക്ക് ഒന്നും അപ്ഡേറ്റ് ആവില്ല. നമ്മൾ ലോക്കലി അമ്മച്ചിമാരുടെ അടുത്ത് അമ്മച്ചി എന്തുണ്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. അമ്മച്ചിമാർ സംസാരിക്കും, എടാ പ്രകാശൻ ക്രൂഡനാണ് കേട്ടാ, എന്നിട്ട് അങ്ങനെയൊക്കെയാണ് അമ്മച്ചി നന്നാവെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മൾ അപ്ഡേറ്റഡ് ആവുള്ളൂ. ജനങ്ങളുടെ പൾസ്, ജനങ്ങൾ എന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൂടെ മനസ്സിലാക്കി വേണം അഭിനയിക്കാൻ. അല്ലെങ്കിൽ കാണുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊരു കാണുന്നവൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയണം. നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ഒരു 5 പേര് പറഞ്ഞു അടിപൊളി ബാലാജി കലക്കിയേട്ടാ, ചേട്ടാ കലക്കി എന്ന് പറയുന്നത് മാത്രം കേട്ടുകെട്ടിരുന്ന് നമ്മൾ ചിലപ്പം കലങ്ങിപ്പോവും. അപ്പം നമ്മൾ ഒപ്പീനിയൻസ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, പുതിയ സിനിമകൾ കാണുക, പുതിയ രീതിയിലുള്ള അഭിനയ രീതികൾ. പല ആൾക്കാരും പണ്ട് ഇംഗ്ലീഷുകാർ അഭിനയിക്കുന്നത് നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. പക്ഷേ ഇന്ന് ഇംഗ്ലീഷുകാർ അഭിനയിക്കുന്ന പോലെ വളരെ കാഷ്വൽ ആയിട്ടുള്ള അഭിനയമാണ് ഇന്ന് അഭിനയം. ബിഹേവിങ് അഭിനയമായിട്ട് മാറി. മോഡുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇനി വീണ്ടും മോഡുലേഷൻ്റെ ഒരു കാലം വരും. മനസ്സിലായില്ലേ? സിനിമ എന്ന് പറഞ്ഞാൽ ബിഗ് സ്ക്രീനാണ്. സിനിമാറ്റിക് ആയിരിക്കുന്ന ചില സീൻസ് വരുമ്പോൾ സിനിമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ്, നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ നമ്മൾ നിന്റെ എന്തല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് മോഡുലേറ്റ് ചെയ്ത് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുമ്പോൾ അതിനകത്ത് പല മീനിങ്സും വരുന്ന മോഡുലേഷനിൽ പഞ്ച് ആ മോഡുലേഷനിൽ ഉണ്ട്. അപ്പോൾ അത് മോഡുലേറ്റ് ചെയ്യേണ്ട ഡയലോഗുകൾ മോഡുലേറ്റ് ചെയ്ത് തന്നെ പറയണമെന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും അങ്ങനെയാണ്. ചേട്ടൻ്റെ വാക്കുകൾ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചില പുതുമുഖങ്ങളെ വിളിക്കുമ്പോൾ, അഭിനന്ദിക്കാൻ വിളിക്കുമ്പോൾ അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാൻ ഇന്ന സീരിയലാണ് സിനിമ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പൊതുവേ ഈ ചിലപ്പോൾ അഭിനന്ദിക്കാൻ പുതുമുഖത്തിൽ ഒരാളെ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, ഞാനിങ്ങനെ തങ്ങളുടെ സിനിമ കണ്ടു എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. എന്നെ വെളിപ്പെടുത്താതെ ആയിരിക്കും പറയുന്നത്. എന്നിട്ട് ചിലവർ ചോദിക്കും, ചേട്ടൻ ചിലവർ ഒരു ഇതോടെ ചോദിക്കും, എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ പേര് ബാലാജി എന്നാണ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒരു മറുപടി കിട്ടുമ്പോൾ പിന്നീടായിരിക്കും ചിലപ്പോൾ അവരന്വേഷിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ച ചരിത്രവും ഉണ്ടല്ലേ. അയ്യോ ചേട്ടനാണെന്ന് വിളിച്ചതെന്ന് അറിഞ്ഞില്ല, നമ്പർ നോക്കിയിട്ട് ഇവർ ഇങ്ങനെ ട്രൂ കോളറൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് അയ്യോ ചേട്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, പെട്ടെന്ന് പേര് കേട്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല. ചിലവർ പറഞ്ഞിട്ടുണ്ട് ബാലാജി ഓക്കെ എനിക്കറിയില്ല കേട്ടോ, നടനാണെന്ന് പറഞ്ഞിട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. അയ്യോ ഒരു വിഷമമില്ല, ഇല്ല. സച്ചിൻ തെണ്ടുൽക്കറേയും കമലഹാസനെ അറിഞ്ഞിടാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ബാലാജി ശർമ്മ. കമലഹാസനും ഒരാളും കൂടെ ഒന്നിച്ചൊരു ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കമലഹാസന്റെ തൊട്ടടുത്തിരുന്ന ആളിങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കുറേയൊക്കെ സംസാരിച്ച് അവർ പോയി. കുറെ കഴിഞ്ഞ് പറഞ്ഞു യു ആർ ലുക്കിംഗ് വെരി ഗുഡ്, യു ഷുഡ് ട്രൈ ഫോർ ഫിലിംസ്. കമലഹാസൻ എടുത്തു. കമലഹാസൻ മാത്രം സൂപ്പർ സ്റ്റാർ എടുത്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പൊ ടാറ്റയും അമിതാഭ് ബച്ചനോട് ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിൽ. അന്ന് അമിതാഭ് ബച്ചൻ ആരെന്ന് ടാറ്റയ്ക്ക് അറിയില്ല, മനസ്സിലായില്ല. അന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞു എന്റെ അഹങ്കാരത്തിന്റെ ഇത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞു. കാരണം എന്നെ അറിഞ്ഞൂടാത്ത ഒരാൾ ഇന്ത്യയിലുണ്ട്. കാരണം ഇത് കാണാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ക്രിക്കറ്റ് കാണാത്തവരത്തിന് സച്ചിൻ തെണ്ടുൽക്കർ ഏതാ കൊച്ച പയ്യൻ അത്രേ ഉള്ളൂ. ക്രിക്കറ്റ് കാണുന്നവനാണ് സച്ചിൻ എന്ന് പറഞ്ഞാൽ അവരെ അറിഞ്ഞൂടാത്ത ആൾക്കാരുടെ ഇടയിൽ ബാലാജി ശർമ്മ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഞാനത് കാര്യമൊന്നുമല്ല. നമ്മൾ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടാവണമല്ലോ. ഇപ്പൊ നെടുമുടി വേണിച്ചേട്ടൻ്റെ ഒരു കഥയുണ്ട്. നെടുമുടി വേണിച്ചേട്ടൻ ആലപ്പുഴയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു കക്ഷിയെ ഇടയ്ക്ക് കാണും. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി പറഞ്ഞ ഈ ആലപ്പുഴ കുട്ടനാട് കൃഷി അങ്ങനെ മാത്രം നടക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ദിവസം നെടുമുടി വേണുവിനെ വഴി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, വേണു നീ ഇപ്പോൾ എവിടെയാണ് കാണാനില്ലല്ലോ, നിന്നെ എന്താണ് പരിപാടി എന്ന് പറഞ്ഞു. ഞാനിപ്പം വേറെ പരിപാടികളുടെ തിരുവനന്തപുരത്താണല്ലോ, സെറ്റിൽഡാണല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കുട്ട ഇവിടെ നിന്ന് ഒരു നെടുമുടി വേണു എന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടോ, നാട്ടിലുണ്ടെന്ന് അഭിനയിക്കാനുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടോ. അത് ആരാടാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനാണ് വേണു, കളിയാക്കാനാണോ ആദ്യം വിചാരിച്ചു പുള്ളി. പിന്നെ പുള്ളി മനസ്സിലായി അയ്യോ ഞാനാണ് അതെന്നുള്ളത് പോലും അറിയില്ല. എൻ്റെ പഴയ എൻ്റെ കൂട്ടുകാരനായിട്ട് അറിയാവൂ. നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ പൊട്ടിപ്പൊളിയാൻ ഇത് മതി. സത്യം പറഞ്ഞ ഒരു വാക്ക് മതി അല്ലേ? എത്ര മേളിൽ നിന്നാലും നമ്മളെപ്പോഴും ഒന്നും ആലോചിക്കേണ്ടത് ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഞാനൊരു ജോലി ചെയ്യുന്നു അഭിനയത്തിൻ്റെ, അത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ജോലിയാണ്, അത്രേ ഉള്ളൂ. അല്ല ഞാൻ വലിയൊരു സംഭവമാണ്, എന്നെ നിങ്ങൾ കാണാൻ അങ്ങനെയൊന്നുമല്ല. ഒന്നുമില്ല. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല, അറിഞ്ഞാൽ സന്തോഷം, മനസ്സിലായില്ലേ? അറിഞ്ഞാൽ പണ്ട് നമ്മളിപ്പോൾ സെൽഫി എടുക്കാൻ വരുന്നുണ്ട്, ചിലർ പുച്ഛത്തോടുകൂടി ഇതായിട്ടൊക്കെ പറയും. നമ്മൾ വാ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ആലോചിക്കണം. നമുക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും. മടുപ്പ് തോന്നുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പേര് നമ്മളൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് വന്നത്, ഷോ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് എപ്പോഴും ആലോചിക്കണം. എപ്പോഴും ആലോചിച്ചാൽ നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇപ്പം 2-3 ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചോട്ടാ. അപ്പോൾ ചേട്ടനോട് വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ എല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അവരുടെ അടുത്ത് പോയി സെൽഫി എടുക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് വരാതിരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ? എൻ്റെ ദൈവം അനുഗ്രഹിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ തുടക്കകാലം മുതൽ എന്തോ ഞാനൊരു കോമണർ ലുക്കാണെങ്കിൽ പോലും
എന്നെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ഫേസ് ആണെന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ കൂടെ വരുന്നവർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയി, എന്നെക്കാളും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. പക്ഷെ എന്നെ ഇതുവരെ അങ്ങനെ ഒരു, കാരണം അങ്ങനെ ഒരു സംഭവമേ എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു റീകളക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇത് ഇതായിട്ട് പറയല്ല, എന്തോ ഒരു പരിചയഭാവമെങ്കിലും എവിടോ ഇങ്ങനെ കണ്ട ഉള്ളൊരു ഇതുണ്ടല്ലോ, നമ്മൾ അങ്ങനെ ഒരു സാധനം എങ്കിലും ഈ കാണാത്തവർക്ക് പോലും ഉണ്ടായിട്ടുണ്ട് ഇതുവരെ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. ഞാൻ നമ്മളെ തിരിച്ചറിഞ്ഞില്ല, അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളാണ് അവരിലേക്ക് ഉള്ളിലേക്ക് വന്ന ചിന്ത അല്ലെങ്കിൽ ആലോചന എവിടെയോ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അല്ല, ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ ട്രെയിനിൽ ഞാൻ ഓടിപ്പിടിച്ച് പോയത്, തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഓടിപ്പിടിച്ച് ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒരാൾ പിടിച്ചു ഒന്ന് ക്രോസ് ചെയ്ത് കൈ പിടിച്ച് നിർത്തിയിട്ട് പുള്ളിയുടെ ഏതോ ഒരാള് കുറെ നേരം കഴിഞ്ഞ് നമ്മൾ എത്ര കാലം കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ച് കുറെ നേരം കഴിഞ്ഞ് നമ്മൾ ചേട്ടാ എനിക്ക് പോകണം ട്രെയിനിൽ ഇങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ ഒരു അപരിചിത്വം കണ്ട ആളല്ലെന്ന് മനസ്സിലായി. പുള്ളി ഇങ്ങനെ പറഞ്ഞു അയ്യോ നിങ്ങൾ ഞാനൊരു നടനാണ്, ഞാൻ ഓടിക്കോട്ടെ, ഞാൻ ട്രെയിൻ പോവും. പിന്നെ കിളി പോയി ഇങ്ങനെ ഒരു ഇരിപ്പുണ്ടവൻ. അതായത് ഇത് നടനാണെന്നുള്ള ധാരണയിലല്ലേ, നല്ല ഏതോ വീട്ടിൽ നമ്മൾ കണ്ട് അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പരിചയഭാവം എല്ലാവരുടെ മുഖത്തും ദൈവം അനുഗ്രഹിച്ചു. അതെന്തോ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നേ പറഞ്ഞു. പരിചയഭാവം എവിടെ ചെന്നാലും നമ്മൾ ചിരിച്ച് ഞാനൊരു ചിരിയുമായിട്ട് പോകാറുണ്ടെങ്കിൽ ചിരിച്ച് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ന് പരിചയഭാവത്തിലൂടെ എന്നെ ഇതുവരെ ആൾക്കാർ എടുത്തിട്ടുള്ളൂ. നമ്മളും അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ വന്ന് കയറി ചിലപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിൽ ആദ്യം സെക്യൂരിറ്റി ആണോ എന്ന് വിളിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഫസ്റ്റ് റെക്കഗ്നിഷൻ കൊടുത്തിട്ട് നമ്മൾ പോകുള്ളൂ. നമ്മുടെ സച്ചിൻ ലൊക്കേഷനിൽ വെച്ചിട്ട് ആ സ്കൂളിൽ വെച്ചിട്ട് ഞങ്ങൾ കുറേ പേരുണ്ട്, ആർട്ടിസ്റ്റുകൾ, ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ. അവിടെ വന്നിരുന്നപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ചേട്ടനോട് ചെയറിലിരിക്കുകയാണ്, ലിച്ചി ഇരിപ്പുണ്ട്, അന്നരാജൻ അവിടെ ഇരിപ്പുണ്ട്, അതുപോലെ ധ്യാൻ ശ്രീനിവാസ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ്റെ സംസാരങ്ങൾ അവിടെ ഭയങ്കര ഉച്ചത്തിലാണ് സംസാരം കേട്ടത്. അപ്പോൾ അടുത്തിരുന്ന രണ്ട് പയ്യന്മാർ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാട്ടോ, പുള്ളിയുടെ അടുത്ത് എങ്ങനെ പോയി നമ്മൾ സംസാരിക്കും, ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരിയാടാ, ഭയങ്കര ദേഷ്യമായിരിക്കും ചേട്ടൻ, നമുക്ക് അടുത്ത് പോകണ്ട. പക്ഷെ ഞാൻ ചേട്ടനെ പിന്നെ ഒന്ന് സംസാരിച്ചു, ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ അമാരത്തെന്ന് പറഞ്ഞു, അമാർ ചേട്ടനോടൊന്ന് സംസാരിച്ച് സെൽഫി എടുത്തിട്ടാണ് അന്ന് ആ ലൊക്കേഷനിൽ ഇത് പോകുന്നത്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുള്ളിടത്ത് തെറ്റിദ്ധാരണ, അതായത് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ്, നമ്മൾ അതായത് ചെയ്ത കഥാപാത്രങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിയിട്ട് വെള്ളമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിച്ചു. നമ്മളെ മനസ്സിലിപ്പോൾ കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിക്കേണ്ട, അങ്ങനെ ചോദിക്കണം, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പം നമ്മളെന്ന് സ്വാതന്ത്ര്യമാണ്. ഏത് നമ്മുടെ സ്ഥലം, നമ്മളിവിടെ വന്നാലും നമ്മുടെ ഏരിയ, നമ്മുടെ ആൾക്കാർ എന്നുള്ളതാണ്. പക്ഷേ ഈ കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിക്കുന്ന ആള് മാറി എന്നിട്ട് അവൻ വെള്ളം തരുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന ആ കുറ്റം കാരണം അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതിനേക്കാളും ബെറ്ററാണ് കുറച്ച് വെള്ളം ഇടാ എന്ന് പറഞ്ഞിട്ട് മക്കളെ വേടാ എന്ന് പറഞ്ഞിട്ട് അവനുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവന് കിട്ടുന്നൊരിത് സന്തോഷം. അതെ, ആദ്യം ഒരു നെഗറ്റീവ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബിഹേവിയറിൽ അത് മാറ്റുന്ന, നല്ല പൊളൈറ്റായിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ട് നല്ല പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്നത് നല്ലത് തന്നെയാണ്.